സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണം പ്രഹസനം മാത്രം. ഇടത് യൂണിയൻ പ്രവർത്തകരും നേതാക്കളുടെ ഇഷ്ടക്കാരും ഉൾപ്പെട്ട ലിസ്റ്റിൽ നടപടി എടുക്കുന്നതിൽ സർക്കാരിന് വിമുഖത. ഒന്നോ രണ്ടോ തദ്ദേശ മേഖലകളിൽ മാത്രം അന്വേഷണം നടത്തി വിവാദം ഒതുക്കി തീർക്കാനും വകുപ്പുകളുടെ ശ്രമം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിപ്പിൽ ഒന്നോ രണ്ടോ തദ്ദേശ മേഖലകളെ മാത്രം അന്വേഷണം നടത്തി വിവാദം ഒതുക്കി തീർക്കാനുള്ള ശ്രമം സർക്കാർ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. സുരക്ഷാ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർ ഇടത് യൂണിയനിൽപ്പെട്ടവരോ ഇടത് സഹയാത്രികരോ ആണ്. പെൻഷൻ കൈപ്പറ്റുന്നതിന് വേണ്ടി വഴിവിട്ട സഹായം നടത്തിയതും ഇത്തരക്കാർ തന്നെ. അങ്ങനെയെങ്കിൽ സർക്കാരിനും വകുപ്പിനും വേണ്ടപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൃപ്തിയുള്ള കാര്യമാണ്. ജോയിന്റ് അക്കൗണ്ടുകളിലേക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ പോയിട്ടില്ല എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അറിഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പിൽ സർക്കാർ ഉടനടി നടപടി സ്വീകരിക്കാത്തതാണ് ഈ ഘട്ടത്തിൽ സംശയത്തിന് കാരണമാകുന്നത്. 1452 പേരുടെ വിശദമായ പട്ടിക സർക്കാരിന്റെ പക്കലുണ്ടായിട്ടും വകുപ്പ് തല നടപടികൾ സ്വീകരിക്കാത്തതും സംശയത്തിന് ഇടയാക്കുന്നു. പണം തിരികെ പിടിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടില്ല. അതായത് നിലവിലെ വിവാദങ്ങൾ ഒതുക്കി തീർക്കാൻ തദ്ദേശ മേഖലകളെ കേന്ദ്രീകരിച്ച ചില വിജിലൻസ് പരിശോധനകൾ മാത്രം നടത്തി തട്ടിക്കൂട്ടന്വേഷണം നടത്തി വിവാദം ഒതുക്കി തീർക്കാനാണ് സർക്കാരും വകുപ്പിന്റെയും ശ്രമം. ജനം, തിരുവനന്തപുരം.